മാന്നി 360യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാധാരണക്കാരൻ്റെ ജീവിതത്തെയും സംസ്കാരത്തെയും അതേപടി ഉൾക്കൊള്ളുന്ന കേരളത്തിലെ തന്നെ ഏക വാസ്തുവിദ്യാ മ്യൂസിയമായ കേരള ഫോക്ലോർ മ്യൂസിയത്തിലാണ്. കൊച്ചിയുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയം ജോർജ് ജെ തലയത്ത് എന്ന വ്യക്തിയുടെ സംഭാവനയാണ്. പുരാവസ്തുക്കളും മറ്റ് കലാവസ്തുക്കളും ശേഖരിച്ച് 35 പരം വർഷമെടുത്താണ് അദ്ദേഹം ഈ കാണുന്ന കേരള ഫോക്ലോർ മ്യൂസിയം പണികഴിപ്പിച്ചത്. ഈ മ്യൂസിയത്തെ ഒരു വാസ്തുവിദ്യാ മ്യൂസിയം എന്നും വിളിക്കപ്പെടുന്നു. അതിന് കാരണം ഈ കെട്ടിടത്തിൻ്റെ 3 നിലകളിൽ 3 വ്യത്യസ്ത വാസ്തുവിദ്യാ ശൈലികൾ ഉൾക്കൊള്ളുന്നു എന്നതാണ്. മ്യൂസിയത്തിൻ്റെ മുൻവശത്തായി പുരാതനവും ആധുനികവുമായ നിരവധി കല്ലിൽ തീർത്ത ശില്പങ്ങളും ഉപകരണങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. ഇവയെല്ലാം തന്നെ കേരളത്തിൻ്റെ സംസ്കാരവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. മ്യൂസിയത്തിലേക്ക് കടക്കുന്ന പ്രധാന വാതിലിന് മുന്നിലായി കൊത്തുപണികളിൽ തീർത്ത 2 തൂണുകളും അവയ്ക്ക് മുകളിലായി 2 അശോക സ്തംഭവും കാണാം. ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നത് ഒരു സ്വീകരണ മുറിയിലേക്കാണ്. അവിടെ ജോലിക്കാർ അതിഥികളെ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് മുന്നോട്ട് നടക്കുമ്പോൾ ഒരു വാതിൽ, അതിലൂടെ കടന്നു ചെല്ലുന്നത് പുരാവസ്തുക്കളും മറ്റും പ്രദർശിപ്പിച്ചിരിക്കുന്ന വിശാലമായ ഒരു മുറിയിലേക്കാണ്. കല്ല്, മരം, വെങ്കലം എന്നിവയിൽ തീർത്ത ശില്പങ്ങൾ, കലാഉപകരണങ്ങൾ തുടങ്ങി കേരളത്തിലെയും ദക്ഷിണേന്ത്യയിലെയും പ്രാധാന്യമേറിയ നിരവധി കരകൗശല വസ്തുക്കളും പുരാവസ്തുക്കളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കം ചെന്ന വീടുകളുടെയും പുരാതന ക്ഷേത്രങ്ങളുടെയും ഒക്കെ വാതിലുകളും ജനലുകളും മറ്റു ഭാഗങ്ങളും അതേപടി ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് കാണാം. പുരാതന ഇന്ത്യയിലെ വിവിധ മതങ്ങളുമായി ബന്ധപ്പെട്ട അനേകം സാധനങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അവയിൽ 16-ാം നൂറ്റാണ്ട് മുതലുള്ളവ വരെ ഇവിടെയുണ്ട്. തുടർന്ന് നടക്കുമ്പോൾ ഒരു ഇടനാഴിയിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ മ്യൂറൽ പെയിന്റിങ്ങുകളും ഓയിൽ പെയിന്റിങ്ങുകളും തഞ്ചാവൂർ പെയിന്റിങ്ങുകളും മറ്റ് കലാസൃഷ്ടികളും കാണാം. പതിനാറാം നൂറ്റാണ്ടിൽ സ്വർണത്തിൽ തീർത്ത ചിത്രങ്ങളും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ നാടൻ കലാരൂപമായ തെയ്യവും അതിനോടനുബന്ധ സാധനങ്ങളുടെ ഒരു മഹനീയ ശേഖരവും നമുക്കവിടെ കാണുവാൻ സാധിക്കും. തെയ്യക്കോലത്തിൻ്റെ 20ഓളം വരുന്ന മുഖച്ചാർത്തുകൾ, വ്യത്യസ്തമായ വാളുകൾ, ചിലമ്പുകൾ, മറ്റ് ആഭരണങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ ഇക്കൂട്ടത്തിലുണ്ട്. തൊട്ടടുത്തായി തന്നെ സ്വർണം, വെള്ളി, ചെമ്പ് എന്നിവയിൽ പണികഴിപ്പിച്ച പരമ്പരാഗത ആഭരണങ്ങളും മൃഗങ്ങളുടെ എല്ലുകളിലും മറ്റും തീർത്ത ആദിവാസി ആഭരണങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു.
കൊച്ചിൻ വാസ്തുവിദ്യാ ശൈലിയിൽ തീർത്ത് കാളിത്തട്ട് എന്ന് പേരിട്ടിരിക്കുന്ന മ്യൂസിയത്തിൻ്റെ 1-ാം നിലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തെയ്യം, കഥകളി, ഓട്ടംതുള്ളൽ, മോഹിനിയാട്ടം തുടങ്ങിയ കേരളത്തിലെ പരമ്പരാഗതവും അനുഷ്ഠാനപരവുമായ നിരവധി നൃത്തരൂപങ്ങളുടെ വേഷവിധാനങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം. ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന പരമ്പരാഗത ആഭരണങ്ങൾ, സംഗീതോപകരണങ്ങൾ, അനുഷ്ഠാന കലാരൂപങ്ങൾ, അപൂർവ ഔഷധങ്ങൾ, മറ്റ് കരകൗശല വസ്തുക്കൾ എന്നിവയെല്ലാം തന്നെ പഴയ കാലഘട്ടത്തിൻ്റെ സുഗന്ധം വമിക്കുന്നവയാണ്. മൂന്ന് നിലകളിലായുള്ള ഈ കെട്ടിടത്തിൻ്റെ പ്രവേശന കവാടം നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ശേഖരിച്ച് കൊത്തുപണികളാൽ തീർത്ത തടികൾ കൊണ്ടും 16-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ ഇന്നത്തെ അവശേഷിപ്പുകളും ഉപയോഗിച്ചാണ്.